അതേ, കൊതി കൂടിയ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഇതെല്ലാം കണ്ട് ആർത്തി മൂത്തിട്ടെ നേരെ കിച്ചണിൽ കയറി ആ ചട്ടയും പാത്രം കൂടെ ഓടിപ്പോകുന്നതാണേ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ല ഈ പെണ്ണെന്താ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ണാറില്ലേന്നല്ലേ? അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതാ. നമ്മൾ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിച്ച് പോയാൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇഷ്ടം കൂടും അല്ലേ? പ്രത്യേകിച്ചും നമുക്ക് മിസ്സാവുന്ന ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ. നമ്മളുണ്ടാക്കിയാലൊന്നും ഉമ്മാൻ്റെ രുചിയുടെ ഇടത്തേക്ക് എത്തില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ ഈ കരിമീനൊന്നും എൻ്റെ കണ്ണിൽ കാണുന്നില്ല കേട്ടോ. കാരണം ആ പച്ചമാങ്ങയിട്ട ആ മുളക് കറി, ആ മീൻ കറി ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതങ്ങനെ കഴിച്ചു പോവാം. അല്ലെങ്കിൽ പിന്നെ ഈ കരിമീൻ മാത്രം കഴിക്കണ ചോറും കൂട്ടിയിട്ട് അപ്പോഴാണ് ടേസ്റ്റെന്നേ. ഈ കരിമീൻ പൊള്ളിച്ചതേ ഉമ്മയല്ല കേട്ടോ, നാത്തൂനാണേ. അവളുടെ സ്പെഷ്യലാണ് ഇന്നത്തെ വാഴയിലയിൽ പൊതിഞ്ഞ കരിമീൻ ഫ്രൈ. നമ്മുടെ മാങ്ങയിട്ട മുളകിട്ട മീൻ കറി, അതും ചട്ടിയിൽ, അത് നേരെയാണ് കൊടുത്തിട്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ കരിമീൻ പൊള്ളിച്ചത്, ആഹാ. പിന്നെ അതിനും വലിയ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അതിൽ. ആ സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ലല്ലോ, ചക്ക കൂട്ടാൻ. ചക്കയും നമ്മൾ പച്ച ചക്കയില്ലേ, പച്ചച്ചക്കയും ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുള്ളൊരു പഴയ കാലത്തെ ആ ഉപ്പേരിയില്ലേ, അത് എനിക്കിഷ്ടമായി. ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ, ഇവിടെ വരുമ്പോൾ തന്നെ ഇത് കഴിക്കാറുള്ളൂ. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ എല്ലായിടത്തും കാണും ചക്കക്കൂട്ടാൻ, ചക്കക്കുരു ഇട്ട ഉപ്പേരി, കറികൾ അല്ലേ? അപ്പോൾ ആ ചക്കക്കൂട്ടാനും മാങ്ങയിട്ട മുളക് കറിയും നമ്മുടെ ഷെഫ് പിള്ളയുടെ കരിമീൻ പൊള്ളിച്ചതും പപ്പടം, പിന്നെ വെണ്ടക്ക ഉപ്പേരി, അച്ചാർ, ആഹാ. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാല്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോൾ എങ്ങനെ കഴിച്ചാലോ? ചക്കക്കൂട്ടാനും മീൻ മുളകിട്ടതും കരിമീൻ ഫ്രൈയും അച്ചാറും പപ്പടവും കൂടി അങ്ങോട്ട് പിടി പിടിച്ചാലോ? അപ്പോൾ ടാറ്റാ, ബൈ.